താൻ കമ്പാർട്ട്മെൻറ്റ് മാറിയിരിക്കുന്നു. ഇത് AC അല്ല, ജനറലാണ്. വേണ്ടത്ര വെളിച്ചമില്ല. നിറയെ യാത്രക്കാരാണ്. പൊട്ടിയൊലിച്ച് മൂത്രഗന്ധം വന്ന് ബോധക്ഷയത്തെ തൊടുന്നു. മങ്ങിയ വെളിച്ചത്തിന് കീഴെ വൃത്തിഹീനമായ ചുമരുകളിൽ പ്രിയപ്പെട്ട കാമുകിമാരുടെ പേർ ആരോ കുറ്റിപ്പെൻസിൽ കൊണ്ട് എഴുതിവെച്ചത് താൻ കാണുന്നു. അതിന് താഴെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ പത്മാസനം. സത്യത്തിൽ ഇത് പ്രാർത്ഥനയല്ലാതെ വേറെ എന്താണ്? ഇവിടെ ചാരി നിൽക്കാൻ സഖാവ് ഗോവിന്ദൻ ഭയപ്പെട്ടു. ഈ നഗ്നചിത്രങ്ങൾ ഉണങ്ങാതെ കിടക്കുകയാണെന്നും രേതസ്സിൻ്റെ പുനർജന്മം കാത്തു നിൽക്കുകയാണെന്നും പുരസംബന്ധം വന്നെത്തി നോക്കി. ആദ്യം ഒരു പിടുത്തം കിട്ടണം. കിട്ടി. ഇനി ഈ തിരക്കിൽ ഒലിച്ചു പോകില്ല. ദൂരെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ചുറ്റിത്തിരിയുന്ന ചൂടുകാറ്റ് എന്താണ് ഇങ്ങനെ ദുർഗന്ധത്തെ വേവിക്കുന്നത്? നാളെ പാർട്ടി മീറ്റിങ്ങിൽ വരെ ഈ നാറ്റം പിന്തുടരുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. പൊടുന്നനെ ആർത്തലച്ചു വന്ന കോപത്തെ അദ്ദേഹം നേരിട്ടു. അടുത്ത സ്റ്റേഷനിലിറങ്ങി മാറിക്കയറാമല്ലോ. പക്ഷെ തൻ്റെ കാഴ്ചകളെ ആകെ മൂടിക്കളയുന്ന ഈ വിയർത്തൊട്ടിയ കുപ്പായക്കാരനെ ഒന്ന് തള്ളി മാറ്റാൻ എന്തു വഴി? വലത്തെ കാലിൽ എന്താണ് ഇഴയുന്നത്? ഒളിവിലെ ഓർമ്മകളല്ല, പാമ്പല്ല, തേളല്ല, വെറും നിലത്ത് ദിനപത്രം വിരിച്ചുറങ്ങുന്ന വയസ്സൻ ഒന്ന് ഇളകിയതാണ്. വിധിയുടെ നിസ്സഹായവും സ്വയം ഉൾക്കൊണ്ട് ഉന്മത്തനുമായതുമായ ഒരു നീണ്ട ചൂളം വിളി കേട്ടു. വേഗത്തിൽ അതിൻ്റെ ചക്രങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത പ്രതിഷേധം പോലെ ആകെ ഒന്ന് ഉലയുകയും ഉരുക്കു ചക്രത്തിൽ നിന്നും ഇളകിത്തെന്നി നിലത്തി മുട്ടിയുരും പോലെ പെട്ടെന്ന് കൈവന്ന യുക്തിബോധത്തിൽ എന്നവണ്ണം എഴുന്നേറ്റ് നിൽക്കുകയും യാത്ര കുതിക്കുകയും ചെയ്തു. സഖാവ് ആയിരം കളത്തിൽ ഗോവിന്ദൻ താൻ വന്നുപെട്ടിരിക്കുന്ന തടസ്സത്തിൽ മുട്ടി നിൽക്കുന്നു. വിയർപ്പിൽ ഒട്ടി നിൽക്കുന്ന വില കുറഞ്ഞ ടെർലിൻ കുപ്പായക്കാരൻ. അതെ, അയാളും അയാളുടെ കുപ്പായത്തിനും ഒരേ വില. സത്യത്തിൽ നിന്നുറങ്ങുകയായിരുന്നു. അത്രയൊന്നും തിരക്കില്ലാത്ത ആ സ്റ്റേഷനിൽ 1/2 മിനിറ്റ് മാത്രമേ വണ്ടി നിൽക്കുമായിരുന്നുള്ളൂ എന്ന് നേരത്തെ ലോക്കൽ സെക്രട്ടറി സഖാവ് രമേശൻ പറഞ്ഞത് ആ സമയത്ത് അദ്ദേഹം ഓർത്തു. മലബാർ അതിസുന്ദരിയായ രാത്രി വണ്ടിയായിട്ടാണ് തനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടത്. AC-യുടെ മുരളിനെ പൂഴ്ത്തി ട്രെയിനിൻ്റെ സഞ്ചാരവാക്കുകൾ, അതിനെ കമ്പോസ് ചെയ്യുന്ന സംഗീതോപകരണം, ചക്രം അതിന് കീഴ്സ്ഥായിലും മേൽസ്ഥായിലും വന്നു പോകുന്ന രതിവേഴ്ച പോലുള്ള കുലുക്കങ്ങൾ, AC കമ്പാർട്ട്മെൻറ്റിൽ തണുപ്പിനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതൊക്കെ മാദകമായൊരോർമ്മയായി സഖാവിന് തോന്നി. സത്യത്തിൽ സഖാവ് രമേശൻ ഇതിനൊക്കെ കാരണം. സ്റ്റേഷനിൽ അയാൾ വരാമെന്ന് പറഞ്ഞതാണ്.